Hi, I am Sharath. All of you welcome to an introduction to Indian polity for civil service examination. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഇതൊരു ഓവർവ്യൂ മാത്രമാണ്. ഈ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ മുകളിൽ നിങ്ങളുടെ കൺസെപ്റ്റുകൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അതിന് നിങ്ങളുടെ എഫേർട്ട് ആവശ്യമാണ്. പിന്നെ ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ രണ്ട് പാർട്ടുകളിൽ ഫസ്റ്റ് പാർട്ടായിട്ടാണ് വരുന്നത് ഈ സെഷൻ. ഇത് കഴിഞ്ഞിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ മുകളിൽ വേറൊരു പാർട്ട് കൂടി ഉണ്ടായിരിക്കും, സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ടായിരിക്കും. ഇതിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കുറച്ച് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്സ് നമുക്ക് നോക്കാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3 വരുന്നത്. പാർട്ട് 3 അതിൽ ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ ആർട്ടിക്കിളുകളുണ്ട്. ഇനി അതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ഈ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നേച്ചർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 6 കാറ്റഗറീസ് ഉണ്ട്. ആ 6 കാറ്റഗറീസ് എന്തൊക്കെയാണെന്ന് നോക്കണം. പിന്നെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ആബ്സല്യൂട്ടായിട്ട് നമുക്ക് കിട്ടുന്നൊരു കാര്യമൊന്നുമല്ല. അത് ചില റെസ്ട്രിക്ഷൻസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ മുകളിൽ സിറ്റിസൺസിനുണ്ട്. ആ റെസ്ട്രിക്ഷൻസിനെ നമ്മൾ റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഈ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് അതെങ്ങനെയാണ്, നമുക്ക് സിറ്റിസൺസിന് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എങ്ങനെയാണ് ഉറപ്പ് വരുത്തുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യം നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ നേച്ചർ എന്താണെന്ന് നോക്കാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ജസ്റ്റിഷ്യബിൾ ആണ്. എന്താണ് ജസ്റ്റിഷ്യബിൾ? ജസ്റ്റിഷ്യബിൾ മീൻസ് ഇത് നമുക്ക് അവൈലബിൾ അല്ല എങ്കിൽ, എന്തെങ്കിലും കാരണം കൊണ്ട് സ്റ്റേറ്റ് ഇത് തടഞ്ഞു നിർത്തുകയാണെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. അതിനെയാണ് നമ്മൾ ജസ്റ്റിഷ്യബിൾ എന്ന് വിളിക്കുന്നത്. ഇനി ആരെയാണ് സമീപിക്കേണ്ടത്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കസ്റ്റോഡിയനായിട്ട് അറിയപ്പെടുന്നത്. സുപ്രീം കോർട്ടിനാണ് ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യുന്നതിന് അവകാശമുള്ളത്. അതുകൂടാതെ തന്നെ ഹൈക്കോർട്ടുകളെയും നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് ഡിനൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സമീപിക്കാവുന്നതാണ്. അതുകൂടാതെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ മുകളിലുള്ള ചില നെഗറ്റീവ് ഒബ്ലിഗേഷൻസ് ആണ്. അതായത് സ്റ്റേറ്റിനെ ആർബിട്രറി ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന ചില പോയിന്റുകളാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങളാണ് ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്തല്ല, ആബ്സല്യൂട്ട് അല്ല. അത് എപ്പോഴും ഒരേപോലെ നിൽക്കുന്നതല്ല, എപ്പോഴും കിട്ടുന്നതും അല്ലെങ്കിൽ മാറ്റം വരാൻ പറ്റാത്തതൊന്നുമല്ല. ബട്ട് ക്വാളിഫൈഡ് ആണ്. ക്വാളിഫൈഡ് മീൻസ് ഇതിൽ ചില റീസണബിൾ റെസ്ട്രിക്ഷൻസ് സ്റ്റേറ്റിന് കൊണ്ടുവരാൻ സാധിക്കും. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ചില റൈറ്റ്സ് സിറ്റിസൺസ് മാത്രം എക്സ്ക്ലൂസീവ്ലി എൻജോയ് ചെയ്യുന്ന റൈറ്റ്സുകളൊക്കെയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ നേച്ചർ എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്നത്. അടുത്തത് 6 കാറ്റഗറീസ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 6 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് റൈറ്റ് ടു ഈക്വാലിറ്റിയാണ്. അത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണുള്ളത്. പിന്നെ വരുന്നത് റൈറ്റ് ടു ഫ്രീഡം ആണ്. ആർട്ടിക്കിൾ 19 മുതൽ ആർട്ടിക്കിൾ 22 വരെയാണ് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന പോർഷൻ വരുന്നത്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന പോർഷനിൽ ആർട്ടിക്കിൾ 23 മുതൽ 24 വരെയാണ് വരുന്നത്. അടുത്തത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. അത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 29 30. ദെൻ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32. അതായത് ഇത്രയും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ അതിനുള്ള റെമഡി എന്താണ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. അതിലൊക്കെയാണ് സുപ്രീം കോടതിയുടെ റിട്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് അപ്പോൾ 6 കാറ്റഗറീസ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ആർട്ടിക്കിൾ 12 ആണ്. ആർട്ടിക്കിൾ 12ലാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിന് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ സെഷൻസിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് സ്റ്റേറ്റ്. അത് ലാർജസ്റ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഓഫ് എ സൊസൈറ്റിയാണ് ഇത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിന് കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണത്? ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ യൂണിയൻ ലെജിസ്ലേച്ചറായിട്ടുള്ള പാർലമെൻറ്റും. ദെൻ ഗവൺമെൻറ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് ഈച്ച് ഓഫ് ദ സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളിലെ സംസ്ഥാന ഗവൺമെൻറ്റുകളും സംസ്ഥാനത്തുള്ള ലെജിസ്ലേച്ചർ നിയമസഭകളും. പിന്നെ ഓൾ ലോക്കൽ ഓർ അതർ അതോറിറ്റീസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഓർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ടെറിട്ടറിയിലുള്ളതോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ളതായിട്ടുള്ള ബാക്കി എല്ലാ ലോക്കൽ ആൻഡ് അതർ അതോറിറ്റീസും ഈ പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ വരും. സോ വളരെ വൈഡായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് സ്റ്റേറ്റിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 12 കൊടുത്തിരിക്കുന്നത്. അടുത്ത ആർട്ടിക്കിൾ 13 ആണ്. ഇതിലാണ് ജുഡീഷ്യൽ റിവ്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് എനി ലോ ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത്
any provision of part 3 to that extent of the inconsistency that law will be void. അതായത് ഏതെങ്കിലും നിയമം ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ അബ്രിഡ്ജ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതുമായി അതിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതോ അതിനോട് യോജിക്കാത്തതോ ആയിട്ടുള്ള നിയമമാണെങ്കിൽ എത്ര ഭാഗമാണോ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനോട് യോജിക്കാത്തത് അല്ലെങ്കിൽ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എതിരെ നിൽക്കുന്നത് അത്രയും ഭാഗം ഇൻവാലിഡ് ആയിരിക്കും എന്നാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. അങ്ങനെ ഈ ജുഡീഷ്യറിക്ക് ഇത് റിവ്യൂ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഏത് നിയമവും ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന കടമ്പ കടന്നിട്ടേ പ്രാബല്യത്തിൽ വരികയുള്ളൂ. അതിനുള്ള പവർ കൊടുത്തിരിക്കുന്നത് സുപ്രീം കോടതിനും കൊടുത്തിട്ടുണ്ട്, ഹൈക്കോടതിനും കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അല്ലാതെ മറ്റു കോടതികൾക്കും ഈ അധികാരം കൊടുക്കാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഫസ്റ്റ് സെഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. അതിൽ ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ളതാണ്. സമത്വത്തിനുള്ള അവകാശമാണ് ഇക്വാലിറ്റി ബിഫോർ ലോ. ഏത് പേഴ്സണും എന്ത് വേണം? ഇക്വാലിറ്റി ബിഫോർ ലോ ഉണ്ടായിരിക്കും. നിയമത്തിന് മുന്നിൽ സമന്മാരാണ് ഇന്ത്യയിൽ. അതിപ്പോൾ ഇന്ത്യയിലെ സിറ്റിസൺസ് തന്നെ ആയിക്കോണമെന്നില്ല, നമ്മളെ പുറത്തുനിന്ന് വന്ന ആളുകളോ ആയിരിക്കാം. ഇവിടെ 2 കൺസെപ്റ്റുകളുണ്ട്. ഇക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോയും വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതിൽ ഇക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും എന്ന് പറയുന്നത് 2 കൺസെപ്റ്റുകളാണ്. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ആ ആളുകൾ ഉയർന്നവരാണോ പിന്നെ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണോ സമൂഹത്തിൽ താഴേക്കടയിൽ നിൽക്കുന്നവരാണോ എന്നുള്ള ഒന്നും വിഷയമല്ലാതെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ സമന്മാരായി കാണുന്ന കൺസെപ്റ്റിനാണ് ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്. അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾക്കും താഴേക്കടയിൽ നിൽക്കുന്ന ആളുകൾക്കും ഒരേ ലെവലിൽ നിയമത്തിൻ്റെ പ്രാബല്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ഇത് ആക്സസ് ചെയ്യുന്നതിൽ ഡിസ്ക്രിമിനേഷൻ വരും. ആക്സസ് ചെയ്യുന്നതിൽ നിയമത്തിൻ്റെ സൗകര്യങ്ങൾ അവർക്ക് ആക്സസ് ചെയ്യുന്നതിന് പ്രശ്നങ്ങൾ വരും. എന്നാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ വിവിധ നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടേതായ രീതിയിൽ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടുള്ള രീതിയാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്കൂളിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ. അതിൽ എല്ലാവരും പല രീതിയിൽ കുട്ടികൾ സമൂഹത്തിൻ്റെ പല നിലവാരത്തിലുള്ള കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ടായിരിക്കും. സാമൂഹികമായിട്ട് സാമ്പത്തികപരമായിട്ട് പല നിലവാരത്തിലുള്ള ആളുകൾ. അപ്പോൾ അവരോടൊക്കെ അല്ലെങ്കിൽ പിന്നെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും, മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. ഓക്കെ, ഇവർക്കെല്ലാവർക്കും ഒരൊറ്റ നിയമം വയ്ക്കുകയാണ്. ഉദാഹരണത്തിന് എല്ലാവരോടും പറയുകയാണ്, എല്ലാവരും ഇനി സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള ഗേറ്റിലൂടെ മാത്രമേ സ്കൂളിലേക്ക് വരാൻ പാടുള്ളൂ, മറ്റുള്ള ചെറിയ ചെറിയ വഴികളിലൂടെയൊന്നും സ്കൂളിലേക്ക് വരാൻ പാടില്ല എന്ന് സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഹെഡ് ടീച്ചർ പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സ്കൂളിൽ തന്നെ വീൽ ചെയറിൽ വരുന്നൊരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക. ഈ ഫ്രണ്ടിൽ സ്റ്റെപ്പ് മാത്രമേ ഉള്ളത്. ഈ കുട്ടിക്ക് വരാൻ പറ്റിയ രീതിയിലുള്ള ഒരു വഴിയൊന്നും ഫ്രണ്ടിലില്ല. അപ്പോൾ എല്ലാവർക്കും ഒരേ നിയമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഇനി സ്കൂളിൻ്റെ ഫ്രണ്ടിലൂടെ മാത്രമേ സ്റ്റെപ്പ് കയറിയിട്ട് വരാൻ പാടുള്ളൂ എന്നുള്ള നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഈ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളിന് ഒരു പ്രശ്നമല്ലേ. അപ്പോൾ ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാക്കും. എന്നാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് അത്തരം ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകളെയും കൂടി പരിഗണിക്കുന്ന കൺസെപ്റ്റിനെയാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. ഇത് രണ്ടും ആർട്ടിക്കിൾ 14 പറയുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുക, ചോദിക്കാറുണ്ട് ഈ കൺസെപ്റ്റുകളൊക്കെ. ഇതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ആബ്സല്യൂട്ട് അല്ല, ക്വാളിഫൈഡ് ആണ്. ചില എക്സെപ്ഷൻസും ഈ കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട്. അതിൽ പ്രസിഡൻറ്റിനും ഗവർണറിനും അതുപോലെ തന്നെ ഫോറിൻ ഡിപ്ലോമാറ്റ്സിനൊക്കെ ഈ ഇക്വാലിറ്റിയിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അവർക്ക് ചില പ്രത്യേക പരിഗണനകളൊക്കെ ഇന്ത്യൻ സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്. അടുത്തത് ആർട്ടിക്കിൾ 15 ഇത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും. ഏതിൻ്റെ പേരിലൊക്കെയുള്ള ഡിസ്ക്രിമിനേഷനാണ് പ്രൊഹിബിറ്റ് ചെയ്യുന്നത്? റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. നമുക്കതിനെ
ചുരുക്കിയിട്ട് RRCSP എന്ന് വിളിക്കാം. റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ പേരിലോ ആളുകളെ സ്റ്റേറ്റ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിന് കോൺസ്റ്റിറ്റ്യൂഷൻ വിലക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പേരിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റേറ്റ് സിറ്റിസൺസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അതുകൂടാതെ ആക്സസ് ടു പബ്ലിക് പ്ലേസസിലേക്കുള്ള ആക്സസിനെ ആളുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഏതൊക്കെയാണ് ഈ പബ്ലിക് പ്ലേസുകളിൽ കൊടുത്തിരിക്കുന്നത്? ഷോപ്പുകൾ, ഹോട്ടൽസ്, അതുപോലെ തന്നെ പൊതുകുളങ്ങൾ, പൊതു ടാങ്കുകൾ, പൊതു റോഡുകൾ, ഓക്കെ, ഇതൊക്കെയാണ് പബ്ലിക് പ്ലേസസ് എന്ന് പറയുന്നത്. ഇതിലേക്കുള്ള ആക്സസും നമ്മൾ ഈ പറയുന്ന ഗ്രൗണ്ട്സിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഇതിൽ ചില എക്സംഷൻസ് ഉണ്ട്. ഈ വുമൺ ആൻഡ് ചിൽഡ്രൻ, അതുപോലെ തന്നെ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഇതുപോലെയുള്ള ചില വിഭാഗങ്ങൾക്ക് സ്റ്റേറ്റിന് സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള അഡ്മിഷൻ്റെ കാര്യത്തിലും ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് ചില സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ SC ST വിഭാഗം, ഇവർക്കൊക്കെ ചില പ്രത്യേക പരിഗണനകൾ കൊടുക്കാൻ സ്റ്റേറ്റിന് അധികാരമുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവർക്ക് പ്രത്യേകമായുള്ള പവർ തന്നെയുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകമായുള്ള അധികാരങ്ങൾ തന്നെയുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 16 വരുന്നത്. ഇത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെൻ്റ് ആണ്. പബ്ലിക് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന എംപ്ലോയ്മെൻറ്റിനെയാണ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അവരെ ഈ പറയുന്ന എല്ലാ സിറ്റിസൺസിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഈ പറയുന്ന സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഓഫീസുകളിലേക്കുള്ള സർക്കാർ ജോലികളിലേക്കുള്ള ഓപ്പർച്യൂണിറ്റിക്ക്. അതിൽ പറഞ്ഞിരിക്കുന്ന ഗ്രൗണ്ടുകൾ നോക്കുക. റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, ഡിസെൻറ്റ്, പ്ലേസ് ഓഫ് ബർത്ത്, റെസിഡൻസ്. ഓക്കെ, ഇതിലും നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആർട്ടിക്കിളിൽ എക്സ്ട്രാ വരുന്നത് ഡിസെൻറ്റ്, അതുപോലെ തന്നെ റെസിഡൻസ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്തിന് ആ സംസ്ഥാനത്തുള്ള ആളുകൾക്ക് മാത്രമേ ജോലി കൊടുക്കൂ എന്നുള്ള പ്രൊവിഷനൊന്നും വെക്കാൻ പാടില്ല. ഓക്കെ, അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 16 പറയുന്നത്. എന്താണ്? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. അത് ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസിന്, അതായത് OBC, SC ST ഇതുപോലെയുള്ള വിഭാഗങ്ങൾക്കൊക്കെ റിസർവേഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് ബാക്ക്വേർഡ് ക്ലാസ് സിറ്റിസൺസിന് കൊടുക്കാനുണ്ടെന്ന്. അതുകൂടാതെ തന്നെ പാർലമെൻറ്റിന്, സ്റ്റേറ്റിനല്ല പാർലമെൻറ്റിന് വേണമെങ്കിൽ റെസിഡൻസ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ, ഈ സംസ്ഥാനത്ത് തന്നെ ഉള്ള ആളുകളായിരിക്കണം എന്നുള്ള ക്വാളിഫിക്കേഷൻ ചില ജോലികൾക്ക് വെക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആർട്ടിക്കിൾ 16 എക്സംഷൻസ് എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 17 ആർട്ടിക്കിൾ 17 ഇറ്റ് പ്രൊഹിബിറ്റ്സ് ഓൾ ഫോം ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ. ഓക്കെ, ഈ അൺടച്ചബിലിറ്റി, ഏത് രീതിയിലുള്ള അൺടച്ചബിലിറ്റിയും ഈ ആർട്ടിക്കിൾ 17 പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ടും ഈ ആർട്ടിക്കിൾ 17 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 18 ചില ടൈറ്റിൽസിനെ കുറിച്ചാണ്, അംഗീകാരങ്ങൾ, ഓക്കെ, ബഹുമതികൾ, ഇതിനെക്കുറിച്ചിട്ടുള്ളതൊക്കെയാണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 18 സ്റ്റേറ്റിനെ ഇൻഡിവിജ്വൽസിന് ഈ ടൈറ്റിൽസ് കൺഫർ ചെയ്യുന്നതിൽ നിന്നും പ്രൊഹിബിറ്റ് ചെയ്യുന്നു. എന്ത് ടൈറ്റിൽസ് മാത്രമേ കൊടുക്കാനുള്ള അധികാരമുള്ളൂ? അക്കാദമിക് ആൻഡ് മിലിറ്ററി, അക്കാദമിക്കും മിലിറ്ററിയുമായിട്ടുള്ള ഡെസിഗ്നേഷൻസ് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു ഇന്ത്യൻ സിറ്റിസണിന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഈ ടൈറ്റിൽസ് അല്ലെങ്കിൽ ബഹുമതികൾ സ്വീകരിക്കുന്നത് വിലക്കിയിട്ടുണ്ട് ആർട്ടിക്കിൾ 18. ശ്രദ്ധിക്കുക, ഇന്ത്യൻ സിറ്റിസൺസിനെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ബഹുമതികൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഈ വഴിവിട്ട് പോയ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ സെക്യൂരിറ്റിയെ അവരെ ബാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളിലെ ബഹുമതികൾ, ചില പദവികൾ ഇതൊക്കെ സ്വീകരിക്കുന്നതിൽ നിന്ന് ഇന്ത്യൻ സിറ്റിസൺസിനെ വിലക്കുന്നത്. അതുകൂടാതെ ഇന്ത്യൻ സിറ്റിസൺസ് അല്ലാത്ത ആളുകൾക്ക് അവർ ഇന്ത്യയിൽ ഏതെങ്കിലും ഓഫീസ് ഓഫ് പ്രോഫിറ്റ്, അതായത് ഇന്ത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അവർ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പോലും അവർക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ബഹുമതികൾ സ്വീകരിക്കണമെങ്കിൽ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കൺസെൻറ്റ് അത്യാവശ്യമാണ്. ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 18 വരുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ആണ്.
ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഈ സെക്ഷനിൽ വരുന്നത്. അതിൽ ആദ്യത്തെ ആർട്ടിക്കിൾ 19. ഇതിൽ ഒരു 6 ഫ്രീഡംസ് പറയുന്നുണ്ട്. റൈറ്റ് ടു ദ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, നമ്മൾ എക്സ്പ്രസ് ചെയ്യാനുള്ള, സംസാരിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ സമ്മേളിക്കാനുള്ള അവകാശം, അസംബിൾ ചെയ്യാനുള്ള അവകാശം, അതുപോലെ അസോസിയേഷൻസ് ഉണ്ടാക്കാനുള്ള അവകാശം, ഇന്ത്യയിൽ ഫ്രീ ആയിട്ട് നടക്കാനുള്ള, എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള അവകാശം, ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള അവകാശം, ഇതൊക്കെയാണ് ഈ ആർട്ടിക്കിൾ 19 പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും ആബ്സല്യൂട്ട് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് എല്ലാ റൈറ്റിനും അതിൻ്റേതായ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏത് ജോലിയും ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നതിന് അത് അങ്ങനെ എല്ലാ ജോലിയും ചെയ്യാനും നമുക്ക് കഴിയില്ലല്ലോ. അതിന് അതിൻ്റെതായ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് വേണം. അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നതിൻ്റെ ആ ഭാഗത്തിൻ്റെ എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ്, അതുപോലെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെയുള്ള റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അത് സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. നമ്മൾ സംസാരിക്കുന്നതിനുള്ള അവകാശമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഒരുമയ്ക്കൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓഫ് ദ കൺട്രി, അതൊരു റീസണബിൾ റെസ്ട്രിക്ഷനാണ്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായുള്ള ഗുഡ് റിലേഷൻഷിപ്പ് നഷ്ടമാക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഫ്രീഡം ഒന്നും ഇന്ത്യൻ സിറ്റിസൺസിനില്ല. അതുപോലെ തന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനെ കുറ്റം പറയുന്ന രീതിയിലുള്ള സംസാരങ്ങളോ ആക്ടിവിറ്റീസൊന്നും നമ്മളെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ് എന്ത് ചെയ്യില്ല, എൻകറേജ് ചെയ്യില്ല. അതുപോലെ തന്നെ ഡീഫമേഷൻ നമുക്ക് സ്റ്റേറ്റ് അംഗീകരിക്കുന്നില്ല. മറ്റുള്ളവരുടെ ക്യാരക്ടർ അസാസിനേഷൻ സ്റ്റേറ്റ് പ്രൊമോട്ട് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും, നമ്മളിപ്പോൾ മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ഇന്ത്യ എന്നുള്ളതാണെങ്കിലും, റിസൈഡ് ചെയ്യുകയാണെങ്കിലും, അതുപോലെ അസോസിയേഷൻസ് ഉണ്ടാക്കുകയാണെങ്കിലും, ഇതിനെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പബ്ലിക് ഓർഡർ അത് നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഡീസൻസിയും മൊറാലിറ്റിയും കീപ്പ് ചെയ്തേ പറ്റുകയുള്ളൂ. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെ വളരെ വേഗമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരുപാട് സ്റ്റേറ്റിന് ഒരുപാട് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇതിലുണ്ട്. ഇപ്പോൾ മൊറാലിറ്റി അല്ലെങ്കിൽ ഡീസൻസി, ഇതൊക്കെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, ആരാ ഡിഫൈൻ ചെയ്യുക, ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ അപ്പോൾ ഇതെല്ലാം കോർട്ടിൻ്റെ ഈ ഡിസ്ക്രിപ്ഷന് വിട്ടിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ റീസണബിൾ റെസ്ട്രിക്ഷൻസ് വരുന്നത്. ഇതൊക്കെ കോർട്ടിൻ്റെ ഒരുപാട് അധികാരം കൊടുക്കുന്ന ചില പ്രൊവിഷൻസാണ്. പിന്നെ ആർട്ടിക്കിൾ 20, ഇത് ചില അറസ്റ്റ് കൺവിക്ഷൻസ് ചെയ്യുകയാണെങ്കിൽ, ചില കേസുകളിൽ നമ്മൾ കുറ്റവാളിയാവുകയാണെങ്കിൽ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില റൈറ്റ്സാണ്, പ്രൊട്ടക്ഷനാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ഇതിൽ 3 കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ക്രിമിനൽ ലോ, അതായത് റൂൾ ഓഫ് ലോ ഉള്ള ഒരു സ്റ്റേറ്റിൽ കുറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കണം? നിയമം തെറ്റിക്കുക എന്നുള്ളതായിരിക്കണം. നിയമം തെറ്റിക്കുന്നതാണ് ഒരു റൂൾ ഓഫ് ലോ ഉള്ള സ്റ്റേറ്റിലെ തെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കുറ്റം ചെയ്യുമ്പോൾ നമ്മളൊരു നിയമം തെറ്റിച്ചിട്ടുണ്ടാവണം. അല്ലാതെ ഒരാൾ എന്തെങ്കിലും ചെയ്തതിന് ശേഷം ഒരു നിയമം ഉണ്ടാക്കിയിട്ട് ഈ നിയമം അയാൾ തെറ്റിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റേറ്റിന് അയാളെ ശിക്ഷിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഡൽഹി പീഡന കേസിലൊക്കെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരുന്നു. അതായത് ആ പീഡന കേസിൽ ഏറ്റവും കൂടുതൽ ബ്രൂട്ടലി അറ്റാക്ക് ചെയ്ത ആളെന്ന് പറയുന്നത് ചെറിയ കുട്ടിയായിരുന്നു. അവന് മൈനറായിരുന്നു. അപ്പോൾ മൈനറിനെ ശിക്ഷിക്കാനുള്ള നിയമങ്ങളെന്ന് പറയുന്നത് ഇന്ത്യയിൽ ആ സമയത്തുണ്ടായിരുന്ന നിയമങ്ങൾ പ്രകാരം അവനെ വളരെ തുച്ഛമായൊരു ചെറിയൊരു ശിക്ഷ മാത്രമേ കൊടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ മൊത്തം മുറവിളി വരികയാണ്, എന്ത്, അവന് വധശിക്ഷയ്ക്ക് വിധിക്കണം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ എക്സ് പോസ്റ്റ് ഫാക്ടോ ക്രിമിനൽ ലോ കൊണ്ടുവരാൻ സാധിക്കില്ല. അതായത് ഒരാൾ എന്തെങ്കിലും ചെയ്തതിന് ശേഷം ആ ഒരു നിയമം ഉണ്ടാക്കിയിട്ട് ആ നിയമം അയാൾ തെറ്റിച്ചു എന്നുള്ള രീതിയിൽ ഈ പറയുന്ന നിയമങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല. അതാണ് ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് എനാക്ട് എക്സ് പോസ്റ്റ് ഫാക്ടോ ക്രിമിനൽ ലോ. ഒരു കാര്യം നടന്നതിന് ശേഷം ഒരു ക്രിമിനൽ ലോ ഉണ്ടാക്കിയിട്ട് അയാളെ കുറ്റവാളിയാക്കാൻ സാധിക്കില്ല. വേറൊന്ന്, ഷുഡ് നോട്ട് പ്രാക്ടീസ് ഡബിൾ ജിയോപാർഡി. ഡബിൾ ജിയോപാർഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റിന് 2 ശിക്ഷ കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഡബിൾ ജിയോപാർഡി എന്ന് വിളിക്കുന്നത്.
ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ആ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്താണ് ശിക്ഷ എന്നുള്ളത്. ആ ശിക്ഷ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ ഒരു തെറ്റിന് 2 ശിക്ഷ കൊടുക്കാൻ സാധിക്കില്ല. വേറൊന്ന്, ദ ഇൻഡിവിജ്വൽ ഷുഡ് നോട്ട് ബി ഫോഴ്സ്ഡ് ടു ഗീവ് സെൽഫ് ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസ്. അതായത് സ്വയം കുറ്റവാളിയാവുന്ന രീതിയിലുള്ള തെളിവുകൾ അയാളിൽ തന്നെ, അതായത് മർദ്ദനമുറകളോ അങ്ങനെയുള്ളതൊന്നും ചെയ്തിട്ട് ഫോഴ്സ് ചെയ്തിട്ട് അയാൾക്കെതിരെയുള്ള തെളിവുകൾ തരുന്നതിൽ നിന്നും സ്റ്റേറ്റിന് വിലക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 പ്രൊവിഷൻസാണ് ആർട്ടിക്കിൾ 20 വരുന്നത്. ഒന്ന്, നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ. വേറൊന്ന്, നോ ഡബിൾ ജിയോപാർഡി. തേർഡ്, നോ സെൽഫ് ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസ്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 20 വരുന്നത്. അടുത്ത ആർട്ടിക്കിൾ 21 ആണ്, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഇത് വളരെ വേഗമായിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ കൂടിയാണ്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയാണ്. അതായത് ലൈഫിനും അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 കൊടുത്തിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിപ്രൈവ് എനി ഇൻഡിവിജ്വൽ ഓഫ് ഹിസ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്, എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. നിയമപ്രകാരമല്ലാതെ ഒരു വ്യക്തിയുടെ ജീവനോ അല്ലെങ്കിൽ അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമോ നശിപ്പിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു നിയമമുണ്ടെങ്കിൽ, നിയമപ്രകാരമുള്ള പ്രൊസീജിയർ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈഫോ അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ ലിബർട്ടിയോ സ്റ്റേറ്റിന് എടുത്തു കളയാൻ കഴിയും. ഇത് സുപ്രീം കോടതി 2 കേസുകളിലൂടെ ഇതിന് ഒരു ക്ലിയർ പിക്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഗോപാലൻ കേസാണ്, 1950. 1950 ഗോപാലൻ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്, ദിസ് റൈറ്റ് ഈസ് അവൈലബിൾ ഓൺലി എഗെയിൻസ്റ്റ് ആർബിട്രറി എക്സിക്യൂട്ടീവ് ആക്ഷൻ എന്നാണ് പറഞ്ഞത്. ആർബിട്രറി ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ആക്ഷനെതിരെ മാത്രമേ ഈ റൈറ്റ് നിലനിൽക്കുകയുള്ളൂ, ബട്ട് നോട്ട് എഗെയിൻസ്റ്റ് ആർബിട്രറി ലെജിസ്ലേറ്റീവ് ആക്ഷൻ. അതായത് നമ്മുടെ ലെജിസ്ലേച്ചറിന് ഏത് രീതിയിലുള്ള നിയമവും ഉണ്ടാക്കിയിട്ട് ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ആളുകളുടെ ജീവനും എടുത്തു കളയാൻ കഴിയും എന്നാണ് ഗോപാലൻ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്. വളരെ നാരോ ഇൻ്റർപ്രിട്ടേഷൻ ആയിരുന്നു. ഇതിൽ ഈ പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നുള്ള കൺസെപ്റ്റാണ് സുപ്രീം കോടതിയെ അത്തരമൊരു വിധിയിലേക്ക് നയിച്ചത്. എന്നാൽ മനേക കേസ് 1978 സുപ്രീം കോടതി ഇത് ഓവർറൂൾ ചെയ്തു. എന്നിട്ടെന്ന് പറഞ്ഞു, ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അവർ ഒന്നുകൂടി എലാബറേറ്റ് ചെയ്തിട്ട് നോട്ട് ഓൺലി എഗെയിൻസ്റ്റ് ആർബിട്രറി എക്സിക്യൂട്ടീവ് ആക്ഷൻ ബട്ട് ഓൾസോ എഗെയിൻസ്റ്റ് ആർബിട്രറി ലെജിസ്ലേറ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞു. അതായത് ഈ റൈറ്റ് ഇപ്പോൾ ആർബിട്രറി എക്സിക്യൂട്ടീവ് ആക്ഷനെതിരെ മാത്രമല്ല ആർബിട്രറി ലെജിസ്ലേറ്റീവ് ആക്ഷനെതിരെയും അവൈലബിൾ ആണ്. അതായത് ദാറ്റ് ലോ ഷുഡ് ബി ജസ്റ്റ്. ആ നിയമം ഉണ്ടാക്കുന്ന നിയമം എന്ന് പറയുന്നത് നീതിപൂർവമായിട്ടുള്ള നിയമമായിരിക്കണം, എങ്കിൽ മാത്രമേ ആ നിയമത്തിന് സാധുതയുള്ളൂ. അപ്പോൾ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നതിൽ 2 കേസുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, ഗോപാലൻ കേസ് ആൻഡ് മനേക കേസ്. മനേക കേസിലാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 21 സ്കോപ്പ് എലാബറേറ്റ് ചെയ്തത്. ഗോപാലൻ കേസിൽ വളരെ നാരോ ഇൻ്റർപ്രിട്ടേഷൻ ആയിരുന്നു. ഇനി ഇതിൽ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് അല്ലെങ്കിൽ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടും എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് വന്ന സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റുകളിലൂടെയാണ് ഇതിലേക്ക് ഓരോന്ന് ആഡ് ചെയ്യപ്പെടുന്നത്. ഈ റൈറ്റ് ടു ലൈഫിൽ റൈറ്റ് ടു ബെറ്റർ എൻവിറോൺമെൻ്റ് ഉണ്ട്, റൈറ്റ് അഗെയിൻസ്റ്റ് ഹാൻഡ് കഫിംഗ് ഉണ്ട്, ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന റൈറ്റ് ടു പ്രൈവസി ഉണ്ട്. അങ്ങനെ റൈറ്റ് ടു ലൈഫിൽ ഓരോ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിലും ഈ പറയുന്ന ഓരോരോ റൈറ്റ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് റൈറ്റ് ടു ലൈഫിലേക്ക്. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 21 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് ആർട്ടിക്കിൾ 21A ആണ്. ആർട്ടിക്കിൾ 21A റീസെൻ്റായിട്ട് ആഡ് ചെയ്തൊരു ആർട്ടിക്കിളാണ്. 2002 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്റ്റാണ് ഇത് ആഡ് ചെയ്തത്. റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, അതായത് നിർബന്ധിത വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഫ്രീ ആയിട്ടുള്ള നിർബന്ധിത വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇത്
6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് കൊടുത്തിരിക്കണം അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 21A. ഇത് 2002 വന്ന 86ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്റ്റാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. 2010 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നതോട് കൂടിയിട്ട് ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അടുത്ത ആർട്ടിക്കിൾ 22 ആണ്. ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ ഇൻ കേസ് ഓഫ് അറസ്റ്റ് ഓർ ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ്. അതായത് ഒരു കേസിൽ അകപ്പെട്ട് ഡിറ്റെയിൻ ചെയ്യപ്പെട്ട ആൾക്കുണ്ടാകുന്ന ചില റൈറ്റ് ആണ് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 22 കൊടുത്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഡീറ്റെയിൻ ചെയ്യപ്പെട്ട ആൾക്ക് അദ്ദേഹത്തിൻ്റെ റീസൺ ഫോർ അറസ്റ്റ് പറഞ്ഞു കൊടുത്തിരിക്കണം. അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് ഗ്രൗണ്ട് ഫോർ ഡീറ്റൻഷൻ എന്നുള്ളത് അദ്ദേഹത്തിന് കൺവേ ചെയ്തിരിക്കണമെന്ന് ഈ ആർട്ടിക്കിൾ പറയുന്നുണ്ട്. വേറൊന്ന്, 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇദ്ദേഹത്തിനെ നിയറസ്റ്റ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കണം. അതായത് 24 മണിക്കൂർ മാത്രമേ പോലീസിന് ഇയാളെ കസ്റ്റഡിയിൽ വയ്ക്കാൻ സാധിക്കൂ വിത്തൗട്ട് ഒരു മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കാതെ 24 മണിക്കൂർ മാത്രമേ അദ്ദേഹത്തിന് കീപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ റൈറ്റ് എനിമി ഏലിയൻസ്, നമ്മളുടെ പുറത്തുനിന്ന് വരുന്ന നമ്മളുടെ എനിമീസിന് ഇത് അവൈലബിൾ അല്ല. അതുകൂടാതെ തന്നെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ കേസിലും ഇത് അവൈലബിൾ അല്ല. ആർട്ടിക്കിൾ 22 2 പാർട്ടുണ്ട്. ഒന്ന് ഡീൽ ചെയ്യുന്നത് ഈ പറഞ്ഞ പ്യൂണിറ്റീവ് ഡിറ്റൻഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റൻഷൻ ആഫ്റ്റർ ട്രയൽ ആൻഡ് കൺവിക്ഷൻ ബൈ കോർട്ട്. കോർട്ടിൽ ട്രയൽ കഴിഞ്ഞ് കൺവിക്ഷൻ കഴിഞ്ഞ് വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. എന്നാൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ അറസ്റ്റ് ഓർ ഡിറ്റൻഷൻ വിത്തൗട്ട് എനി ട്രയൽ ഓർ കൺവിക്ഷൻ ബൈ കോർട്ട്. ഒരു പ്രിക്വേഷനായിട്ടാണ് നമ്മൾ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എടുക്കുന്നത്. ഒരാൾ തെറ്റ് ചെയ്തതിന് ശേഷമല്ല അദ്ദേഹത്തിനെ നമ്മൾ ഡിറ്റെയിൻ ചെയ്യുന്നത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് ക്രിമിനൽ റെക്കോർഡുകൾ വെച്ചിട്ട് ഇനി ഭാവിയിൽ ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിനാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് വിളിക്കുന്നത്. ഈ ആർട്ടിക്കിൾ 22 2 പ്രൊവിഷൻസിനെയും ഡീൽ ചെയ്യുന്നുണ്ട്. പ്യൂണിറ്റീവ് ഡിറ്റൻഷനെയും ഡീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനെയും ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ എന്തൊക്കെയാണ് റൈറ്റുകൾ എന്ന് നോക്കാം, പ്രൊവിഷൻസ് എന്ന് നോക്കാം. 3 മാസം വരെ ഒരാളെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ കീപ്പ് ചെയ്യാൻ സാധിക്കും. അതിൽ കൂടുതൽ അയാളെ ഡീറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു അഡ്വൈസറി ബോർഡിൻ്റെ റിപ്പോർട്ട് വേണം. ആ അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത് ഒരു ഹൈക്കോടതി ജഡ്ജാവാൻ ക്വാളിഫിക്കേഷൻ ഉള്ളതോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ആളുകളാണ് അഡ്വൈസറി ബോർഡിലുണ്ടാവുക. അവരുടെ റിപ്പോർട്ട് കൂടാതെ ഒരു സ്റ്റേറ്റിന് ഒരാളെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ വെക്കാൻ സാധിക്കുന്നത് മാക്സിമം 3 months ആണ്. ആ വ്യക്തിയെ ആ ഗ്രൗണ്ട് ഓഫ് ഡിറ്റൻഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ വെക്കുന്ന ആളെ. കൂടാതെ ആ വ്യക്തിക്ക് ഒരു എന്താ പറയുക ലീഗൽ ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള വക്കീലോ അല്ലെങ്കിൽ അഡ്വക്കേറ്റിനെയൊക്കെ സമീപിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൊടുത്തിരിക്കണം. ഇതൊക്കെയാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു വ്യക്തിക്ക് നൽകുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിക്കണം. പിന്നെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനുമായി ബന്ധപ്പെട്ടിട്ട് പാർലമെൻറ്റിനാണ് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ലീഗൽ പ്രൊവിഷൻസും ഉണ്ടാക്കുന്നത് പാർലമെൻറ്റാണ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുകളല്ല. ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പാർട്ട് 1 നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. ഓക്കെ, താങ്ക് യു.